രാജ്യത്ത് വിദ്വേഷവും അക്രമവും വെറുപ്പും വളർത്തിയെടുക്കാനാണ് ഭരണകക്ഷിയായ BJPയും മാതൃസംഘടനയായ RSSും ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂഞ്ചിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. മതപരവും ജാതിപരവും ഭാഷാപരവുമായി മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനാണ് BJPയുടെ ശ്രമം. BJPയും RSSും എവിടെ പോയാലും ജാതിയും മതവും ഭാഷയും തമ്മിൽ ഭിന്നതയും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. BJPയുടെയും RSSൻ്റെയും വിദ്വേഷ സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കോൺഗ്രസിൻ്റേത്. അവർ വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെയും മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെയും ഞങ്ങളുടെ യാത്ര ഒരൊറ്റ സന്ദേശമാണ് നൽകിയത്. വിദ്വേഷം ആർക്കും ഗുണം ചെയ്യില്ല. സ്നേഹം കൊണ്ട് മാത്രമേ വിദ്വേഷത്തെ മറികടക്കാൻ സാധിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വ്യക്തമാക്കി. അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നത് ഞങ്ങൾ ഉറപ്പാക്കും. പണ്ടത്തെ മോദിയല്ല ഇപ്പോഴത്തെ മോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിയെ മാനസികമായി ഇന്ത്യ സഖ്യം തളർത്തിയെന്നും രാഹുൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമാണ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കലും ആർട്ടിക്കിൾ 370. 2024 സെപ്റ്റംബർ 30 മുമ്പ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം ഉത്തരവിട്ടിരുന്നു. സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗസ്റ്റ് 16 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370, സംസ്ഥാന പദവി നൽകുന്ന 35A എന്നിവ പുനഃസ്ഥാപിക്കുമെന്നാണ് മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാന വാഗ്ദാനം. ആർട്ടിക്കിൾ 370യും സംസ്ഥാന പദവിയും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്ന് നാഷണൽ കോൺഫറൻസിൻ്റെ പ്രകടന പത്രികയിലും പറയുന്നുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 സീറ്റുകളിൽ 3 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 18 നടന്ന ആദ്യഘട്ടത്തിൽ 61.38% പോളിംഗ് രേഖപ്പെടുത്തി. തീ പാറുന്ന പ്രചാരണമാണ് നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ഗാന്ദർബൽ മണ്ഡലത്തിൽ നടന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെയാണ്. 26 മണ്ഡലങ്ങളിലാണ് പോളിംഗ്. ലാൽ ചൗക്ക്, ഹസ്രത് ബാൽ, ഈദ്ഗാഹ്, രജൗരി, നൗഷേര, പൂഞ്ച് തുടങ്ങിയവയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാന മണ്ഡലങ്ങൾ. ഒക്ടോബർ 1 മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. അവസാന ഘട്ടത്തിൽ 40 സീറ്റിലാകും തെരഞ്ഞെടുപ്പ്. ഒക്ടോബർ 8 വോട്ടെണ്ണൽ.